അർച്ചന, എഡിസൺ ചെറിയ പുള്ളിയല്ല, ഒരു വലിയ മയക്കുമരുന്ന് ശൃംഖലയുടെ വളരെ പ്രധാനപ്പെട്ട തലവനാണ് എന്ന് NCB പറയുന്നു. ആ നിലയ്ക്ക് മാധ്യമങ്ങളിലേക്ക് വരുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശരത്തെ, പ്രധാനമായും രാജ്യത്ത് തന്നെ ഞെട്ടിച്ച ഒരു ലഹരി വിൽപ്പനയായി ഇത് മാറുകയാണ്. കാരണം ഇത്തരത്തിൽ ഡാർക്ക് വെബ് വഴി വലിയൊരു ശൃംഖല ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് NCB കണ്ടെത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കണ്ണി എഡിസനാണ്. എഡിസൺ മാത്രമല്ല, ഇപ്പോൾ 4 പേർ ഇതുവരെ NCB പിടിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായും ഹൈ റേഞ്ച് ഇത്തരത്തിൽ പാഞ്ചാലിമേട് ഉൾപ്പെടെയുള്ള റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. സ്ഥിരമായി ഇത്തരത്തിൽ ആളുകൾ, ഇടനിലക്കാരുണ്ടായിരുന്നു, അവർക്ക് എത്തിച്ചു നൽകുന്നുണ്ട്. ഇത് കൂടാതെ തപാൽ വഴിയെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ലഹരി വിൽപ്പന നടത്തിയിരുന്നു. ഏകദേശം 10 കോടിയിലധികം രൂപയുടെ ലഹരി വിൽപ്പനയാണ് ഈ 2 വർഷം കൊണ്ട് എഡിസൺ എന്ന മൂവാറ്റുപുഴ സ്വദേശിയായ പ്രധാനപ്പെട്ട തലവൻ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവൻ വിൽപ്പന നടത്തിയതെന്നാണ് NCB കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം 2 ദമ്പതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അവർ പാഞ്ചാലിമേട്ടിലെ റിസോർട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തിയതെന്നാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം നീളുകയാണ്. പ്രധാനമായും ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ഡാർക്ക് നെറ്റ് വഴി ഇവരെല്ലാം തന്നെ ഈ കോഡുകൾ ഉപയോഗിച്ചാണ് സംഭാഷണങ്ങൾ നടത്തിയത്. അത് എങ്ങനെയാണ്, സാങ്കേതിക വശങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ഇത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 5 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി എഡിസനെയും മറ്റ് പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യാൻ ഈ സംഘം ഒരുങ്ങുന്നത്. എന്തായാലും ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇത്തരത്തിൽ ഇയാളുടെ ലാപ്ടോപ്പ്, ഒപ്പം ഇയാളുടെ പെൻഡ്രൈവറെല്ലാം തന്നെ പരിശോധിച്ചിരുന്നു. ഇതിൽ നിന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനത്തിലാണ് ഇതുവരെ അന്വേഷണം നീണ്ടത്. എന്നാൽ ഇത്തരത്തിൽ കോഡുകൾ ഉപയോഗിച്ചുള്ള സംഭാഷണമായതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം നേരിടുന്നുണ്ട്. അതിൻ്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഏതായാലും അർച്ചന, എങ്ങനെയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇവരിലേക്ക് എത്തിയത്? ഏതാണ്ട് ഒരു 2 വർഷക്കാലമായി 10 കോടിയോളം രൂപയുടെ, അർച്ചന പറഞ്ഞു വന്നത് 2 വർഷമായി 10 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് വ്യാപാരം ഇയാളും കൂട്ടാളികളും നടത്തിയതാണ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് ഈ രഹസ്യ വിവരത്തെ തുടർന്ന് ഈ സംഘം നിരീക്ഷണത്തിലായിരുന്നോ? എങ്ങനെയാണ് ഇവരെ കൊടുക്കുന്ന നിലയിലേക്ക് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എത്തിയത്? അത്തരം വിവരങ്ങൾ എന്താ? ശരത്തിൽ, പ്രധാനമായും ഇത്തരത്തിൽ ആഭ്യന്തര തപാൽ വഴിയാണ് ഇവർ ഇത്തരത്തിൽ കൊറിയർ അയച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നേരിട്ട് ഒരു ഇടപാടും നടത്തിയിരുന്നില്ല. എല്ലാം തന്നെ ഈ ഡാർക്ക് നെറ്റ് വഴിയാണ്. അങ്ങനെ കസ്റ്റംസ് നൽകിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് NCB ഇത്തരത്തിൽ അന്വേഷണം ആരംഭിച്ചത്. ഒരു സംശയത്തിൻ്റെ നിഴലിൽ മാത്രമായിരുന്നു അത്. തുടർന്നാണ് ഇത്തരത്തിൽ ഈ നെറ്റ്വർക്കിലേക്ക് ഇത്തരത്തിൽ NCB കയറുകയും അത്തരം വിവരങ്ങൾ എടുക്കുകയും ചെയ്തത്. തുടർന്ന് നീണ്ട മാസങ്ങൾ നീണ്ട ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇവരെ പിടികൂടാൻ കഴിയുന്നതെന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അത്രമാത്രം ഈ കോഡുകൾ ഉപയോഗിച്ചും അത്രമാത്രം ഈ നെറ്റ്വർക്കിൽ ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത പാസ്വേഡുകളെല്ലാം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതെല്ലാം തന്നെ കൃത്യമായി നിരീക്ഷിച്ച് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ NCBക്ക് ഇത്തരത്തിൽ ഇതിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കസ്റ്റംസ് നൽകിയ ഒരു സംശയം മാത്രമായിരുന്നു. അതായത് ഇത്തരത്തിൽ നിരന്തരമായി ഇങ്ങനെ ആഭ്യന്തര തപാൽ വഴി ഇയാൾക്ക് ഈ കൊറിയർ എത്തുന്നുണ്ട്, അത് മറ്റിടങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഈ കൊറിയർ എത്തുന്നത്, ആരിലേക്കാണ് ഇത് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇത്തരത്തിലൊരു സംശയം തോന്നി കസ്റ്റംസ് ഇത് NCB അറിയിക്കുന്നത്. NCB ഈ സംശയത്തിൻ്റെ നിഴലിൽ ഈ എഡിസനെ നിർത്തുകയും തുടർന്ന് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയുമായിരുന്നു. ഇങ്ങനെയാണ് ഡാർക്ക് നെറ്റ് വഴി ഇത്തരത്തിൽ വലിയൊരു ലഹരി ശൃംഖല പ്രവർത്തിക്കുന്നു എന്ന കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇത് രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കേസായി ഇത് മാറിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതിലുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നുണ്ട്. ഇതുവരെ 4 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ഇതുകൂടാതെ എഡിസനെയും ഒപ്പം ഇയാൾക്ക് സഹായിയായി പ്രവർത്തിച്ച തോമസിനെയും ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശരത്.